എന്താണ് സിസ്റ്റർ? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയല്ലേ? നിങ്ങൾക്ക് ബൈബിൾ അറിയില്ലേ? ശിരോവസ്ത്രം അണിഞ്ഞ ഏതൊരു വിശ്വാസിക്കും ബൈബിൾ അറിയാതിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്കൾ പരാമർശിച്ച ഹിജാബ് അഥവാ വസ്ത്രധാരണ ബൈബിളിലും പരാമർശിച്ചിട്ടുണ്ട്. സഹോദരിക്ക് അറിയുമോ? തിമോത്തിയോസ് 2-ാം അധ്യായത്തിലെ 9-ാം സൂക്തത്തിൽ പറയുന്നു, സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. അതുപോലെ കോരിന്തോസ് 1 അധ്യായം 11 5-6 സൂക്തങ്ങളിൽ ഇങ്ങനെയും പരാമർശിക്കുന്നു, തലമറക്കാത്ത ഒരു സ്ത്രീ അവരുടെ തലയോട് തന്നെ മര്യാദകേട് കാട്ടുന്നു, അവരുടെ തല മുഴുവൻ വടിക്കുന്നതിന് തുല്യമാണ് എന്ന്. ഇത് സിസ്റ്റർ കാണാത്തത് കൊണ്ടോ അതോ അംഗീകരിക്കാത്തത് കൊണ്ടോ എന്തിനാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്നെനിക്കറിയില്ല. സഹോദരി മനസ്സിലാക്കണം, ഞാൻ ഉദ്ധരിച്ചത് താങ്കളുടെ ബൈബിളിൽ നിന്നാണെന്ന് ഓർക്കണം. വേദത്തിലേക്ക് തിരിഞ്ഞാലും കാണാം, അതിലും പറയുന്നു സ്ത്രീ തലമറക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ എല്ലാ പ്രമുഖ മതവേദഗ്രന്ഥങ്ങളിലും സ്ത്രീകൾ തലമറക്കണം എന്ന് പറയുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ സ്ത്രീകൾ എത്രത്തോളം ലജ്ജ വെച്ച് പുലർത്തുന്നുവോ അത്രത്തോളം നിങ്ങൾ ആദരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഇസ്ലാം സ്ത്രീക്ക് പവിത്രമായ ഹിജാബ് കൽപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഹിജാബ് ആരെക്കൊണ്ടും ബലാത്കാരമായി ധരിപ്പിക്കാൻ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. എല്ലാ ചാനലുകൾക്ക് മുമ്പിലും സഹോദരി മുഖം കാണിക്കുമ്പോൾ സഹോദരി തലമറച്ചിട്ടുണ്ടല്ലോ, അതിന് പിന്നിലുള്ള യുക്തി ഒന്ന് വ്യക്തമാക്കാമോ? എന്തുകൊണ്ട് സിസ്റ്റർ തലമറച്ചുകൊണ്ട് തലമറച്ച മറ്റു സ്ത്രീകളെ ആക്ഷേപിച്ചതിലുള്ള യുക്തി ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു തന്നാൽ മതി. എന്തു തന്നെയായാലും സിസ്റ്ററുടെ ഈ പ്രയോഗം 2 കാലിനും മൺതുള്ളവൻ 1 കാലിന് മന്തുള്ളവനെ നോക്കി ചിരിച്ചതുപോലെയായി. താങ്കളിൽ നിന്നാണോ കുട്ടികൾ അറിവ് നേടുന്നത്? സ്ത്രീകൾ ആദരിക്കപ്പെടുന്ന വസ്ത്രധാരണയെ എതിർക്കുന്നവരുടെ ഒരേ ഒരു ലക്ഷ്യം അറിയാൻ ജനങ്ങൾ മണ്ടന്മാരുമൊന്നുമല്ല എന്ന് സഹോദരി മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ സഹോദരിയുടെ ഈ തെറ്റിദ്ധാരണ തിരുത്താൻ.